ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ആഭരണം നീ സൂക്ഷിക്കണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായാലും എന്റെ ആഭരണത്തില് പ്രകാശേട്ടൻ കൈവയ്ക്കില്ല. ആ, അതിന്റെ കൂട്ടത്തില് അമ്മയുടെ ആഭരണം കൂടി വെച്ചാ തിരിച്ചറിയേയില്ല. എന്നെയും കുടുംബത്തെയും അടച്ചാക്ഷേപിക്കാൻ എന്തെങ്കിലും പഴുതി കിട്ടുമെന്ന് അറിയാനാ മരുമോളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പരിശോധന. ആ സ്ഥിതിക്ക് പണം മുറിയിൽ വെക്കുന്നത് ഒട്ടും സേഫ് അല്ല. പിന്നെ എവിടെ സൂക്ഷിക്കും? ആ, അടുക്കളയിൽ പൂട്ടും താക്കോലുള്ള ഒരു ഷെൽഫുണ്ട്. ഹരിതയോ മനോജോ അതിനുള്ളിൽ തിരയാൻ വരില്ല. അവിടെ ഈ പണം സുരക്ഷിതമായിരിക്കും. സുത്രേ, സുത്രേ, ഏയ് പ്രകാശേട്ടാ, അത്യാവശ്യ വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. അതുകൊണ്ട് അരിയും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിച്ചോ. അത് നിർത്തി. ആദ്യേ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ടാവാം എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. അതെ, ഇപ്പൊ 50 രൂപ മലക്കറി മാത്രം, മനസ്സിലായോ? ആ, മോളെ, ഇതെന്താച്ചാ? ഉണ്ണിയപ്പവാ. ഉണ്ണിയപ്പോ? ആ, അതെവിടുന്ന്? ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാ. മോള് കഴിച്ചു നോക്ക്. കഴിക്കേ. ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? മോശമാവില്ലല്ലോ. ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പല്ലേ? ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പോ? നീ എന്തായി പറയുന്നത്? ഹരിതയുടെ വീട്ടിൽ കഴിയുന്ന ചന്ദ്രിക ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എന്റെ കയ്യിൽ എങ്ങനെ വരാനാ? അതാ ഞാനും ചോദിക്കുന്നത്. ചന്ദ്രികാമ്മയുടെ ഉൽപ്പന്നം എങ്ങനെ അച്ഛന്റെ കയ്യിൽ വന്നേ? അച്ഛ, അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഞാൻ കൊറേ തിന്നിട്ടുള്ളതാ. ഏത് പാതിരാത്രിക്ക് വിളിച്ചുണർത്തിയത് തന്നാലും അതിന്റെ രുചി ഞാൻ തിരിച്ചറിയും. സത്യം പറ, ഇതെങ്ങനെ അച്ഛന്റെ കയ്യിൽ വന്നു? ഓ, നിന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ച എന്നെ തന്നെ നീ കൂട്ടിലാക്കിയല്ലോ. ഇനി ഒളിക്കുന്നില്ല. ഇന്നലെ രാത്രിയില് ചന്ദ്രുവാണ് ഉണ്ണിയപ്പം ഇവിടെ എത്തിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ണിയപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നില്ലേ? അതിനെക്കുറിച്ച് അവൾക്ക് ഉൾവിളി ഉണ്ടായെന്നോ സ്വപ്നം കണ്ടെന്നോ ഒക്കെയാ ചന്ദ്രു പറഞ്ഞത്. എന്തായാലും രാത്രി തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ആരോരും അറിയാതെ അവൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കോ? സത്യമാണോ? ആ, സത്യം. തിരിച്ച് സ്കൂട്ടറിൽ ചന്ദ്രനെ ഞാൻ അവിടെ എത്തിക്കുകയും ചെയ്തു. ഇതൊന്നും ഇവിടെ പ്രകാശോ നീയോ അവിടെ മനോജോ ഹരിതയോ ആരും അറിഞ്ഞിട്ടില്ല. കൊള്ളാം. പ്രണയവും ഉണ്ണിയപ്പൊക്കെ ആയിട്ട്
കാമുകി കാമുകന്മാര് രാത്രി സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു. ആ ഇങ്ങത്താ മോളെ, ഉം? അവള് മറ്റൊരു കാര്യം കൂടി എന്നെ ഏൽപ്പിച്ചു. ദാ. ആഭരണങ്ങളായത്. ഇതെന്തിനാ അച്ഛനെ ഏൽപ്പിച്ചത്? അത് ഈ മനോജ് എന്തോ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്രേ. ചന്ദ്രുവിന്റെ ഈ ആഭരണങ്ങൾ വിറ്റോ പണയം വെച്ചോ ബിസിനസ് തുടങ്ങാനാ ഹരിതയുടെ കൽപ്പന. അത് കേട്ടിട്ട് ചന്ദ്രു ആഭരണങ്ങൾ ഊരി എന്നെ ഏൽപ്പിച്ചു. അത് നന്നായി അച്ഛ. ഇല്ലെങ്കി ആഭരണം മനോജ് വിറ്റ് തൊലച്ചേനെ. ആ എന്നിട്ട് അമ്മയെ സംരക്ഷിച്ചതിന്റെ കണക്കും പറഞ്ഞേനെ. ഈ ആഭരണം നീ സൂക്ഷിക്കണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായാലും എന്റെ ആഭരണത്തില് പ്രകാശേട്ടൻ കൈവയ്ക്കില്ല. ആ അതിന്റെ കൂട്ടത്തില് അമ്മയുടെ ആഭരണം കൂടി വെച്ചാ തിരിച്ചറിയേയില്ല. അത് ഭദ്രമായിരിക്കും. ഇതാ. അത് തന്നെയാ ഞങ്ങളും ഉദ്ദേശിച്ചത്. ആ പിന്നെ ഞങ്ങൾക്ക് നിന്നിൽ നിന്നും ഒന്നും ഒളിക്കാനില്ല മോളെ. LICയിൽ നിന്നും 5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ഉം. അത് അടിച്ചു മാറ്റാൻ അവസരം പാർത്ത് നടക്കുക പ്രകാശൻ. അതുകൊണ്ട് ആ 5 ലക്ഷം അവിടെ സൂക്ഷിക്കാൻ ചന്ദ്രുവിനെ ഏൽപ്പിച്ചു. അതും നന്നായി. അമ്മയുടെ കയ്യില് 5 ലക്ഷം ഉണ്ടെന്ന് മനോജും ഹരിതയും സ്വപ്നം പോലും കാണാൻ പോകുന്നില്ല. അതും ഭദ്രം. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിനുള്ള മുതല് ഇങ്ങോട്ടും വന്നു, ലക്ഷങ്ങൾ അങ്ങോട്ടും പോയി. അതെ, വാർദ്ധക്യ കാലത്ത് ജംഗമ സ്വത്തുക്കൾ മക്കളിൽ നിന്നും സംരക്ഷിക്കാൻ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന പെടാപ്പാടുകളെ. ആ, എല്ലാ സങ്കടങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം മോളെ. ഞാൻ ക്ഷേത്രത്തിലൊന്നും പോയിട്ട് വരാം. ഒരു വഴിപാട് നടത്താനുണ്ട്. ശരി അച്ഛാ. ഒരു സ്വർണം പോലും ഇടാൻ അമ്മയ്ക്ക് ഭാഗ്യമില്ലല്ലോ എന്റെ ദേവിയെ. അമ്മയൊന്നും മയപ്പെടുത്തിയെടുക്കണം. കുറുക്കിയോളുന്ന ചില സിന്ധി എന്തെങ്കിലും ഇട്ടുകൊടുത്ത അമ്മയുടെ മനസ്സലിയെന്നുള്ള കാര്യം ഉറപ്പാ. വഴക്കു പറയും മുഖം കറുപ്പിക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളിന്റെ ഉള്ളി അമ്മയ്ക്ക് മനോജ് എന്ന് പറഞ്ഞ ജീവന. ആ സ്നേഹത്തിനാണ് മുതലെടുക്കേണ്ടത്. അമ്മേ, അമ്മ തേങ്ങ തിരികെ പാചകം ചെയ്യുവാണോ? അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വന്ന. എന്റെ അമ്മയുടെ കയ്യിലും കഴുത്തിലും കാതിലും ഒക്കെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ. ആഭരണങ്ങൾ കൊണ്ടുപോയി പണയം വയ്ക്കോ വിൽക്കോ ചെയ്താൽ മതി. 10 ലക്ഷം രൂപ വരെ കിട്ടും. മാനത്തെ കൊട്ടാ